ഇന്ന് ചിക്കൻ ക്രൊക്കേറ്റ്സിൻ്റെ റെസിപ്പി കാണാം. ഗെറ്റ് ടുഗദറൊക്കെ ഉണ്ടാകുമ്പോൾ സ്റ്റാർട്ടറായിട്ട് സെർവ് ചെയ്യാൻ നല്ലൊരു ഐറ്റമാണ് ചിക്കൻ ക്രൊക്കേറ്റ്സ്. ചിക്കൻ ക്രൊക്കേറ്റ്സിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും. കുറച്ച് ചീസ് ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റാർട്ടറാണ് ചിക്കൻ ക്രൊക്കേറ്റ്സ്. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്വിക്ക് ബൈറ്റ്സ്. ചിക്കൻ ക്രൊക്കേറ്റ്സ് ഉണ്ടാക്കാനായിട്ട് 1/2 കിലോ ചിക്കൻ ബോൺലെസ് തൈ പീസ് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മാരിനേഷനായിട്ട് ഉപ്പ്, കുരുമുളക് പൊടി, ഇറ്റാലിയൻ സീസണിംഗ് ആയ മിക്സ്ഡ് ഹെർബ്, ഓണിയൻ പൗഡർ, ഗാർലിക് പൗഡർ, പാപ്രിക്ക പൗഡർ അല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് കുക്കറിലിട്ട് മീഡിയം ലോ ഫ്ലെയിമിൽ ഒരു വിസിൽ വേവിച്ച് ഓഫ് ചെയ്ത് ചൂടാറ്റിയെടുക്കുക. ഇതിലൊരു വൈറ്റ് സോസ് ചേർക്കണം. അതിനായിട്ട് ബട്ടർ ചൂടാക്കി 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് മൈദയുടെ പച്ചച്ചുവ മാറുന്നവരെ ഒരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വഴറ്റിയെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കണം. ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കാതെ 2-3 പ്രാവശ്യമായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം പാലൊഴിക്കുമ്പോൾ മൈദ കട്ട പിടിച്ച് വരും. സ്പാച്ചിൽ ഉപയോഗിച്ച് പതുക്കെ കട്ടകളൊക്കെ മാറ്റിയെടുക്കുക. ഒരു 5 മിനിറ്റ് പാല് ഒഴിച്ചതിന് ശേഷം കുക്ക് ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിൽ. അതിനുശേഷം പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് ഉപ്പ്, കുരുമുളക് പൊടി, ഇറ്റാലിയൻ സീസണിംഗ് ഒക്കെ പാകത്തിന് ചേർത്ത് മിക്സ് ചെയ്ത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ചിക്കൻ ചൂടാറിയത് നമുക്ക് ചോപ്പറിലോ മിക്സിയിലോ ഇട്ട് ഒന്ന് ഷ്രെഡ് ചെയ്തെടുക്കാം. ചൂടാറി വന്ന വൈറ്റ് സോസ് ഇതിൽ ചേർത്ത് മിക്സ് ചെയ്യാം. ഈ സമയത്ത് പാഴ്സ്ലി ലീവ്സോ മല്ലിയിലയോ കയ്യിലുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് ചേർത്താൽ നല്ല ഫ്ലേവറും ടേസ്റ്റ് ആയിരിക്കും. കുരുമുളക് പൊടി കുറവായിരുന്നു, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് സെറ്റ് ആവാനായിട്ട് എയർ ടൈറ്റ് ബോക്സിലേക്ക് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കാം. അതിനുശേഷം ഒരു 1/2 കപ്പ് മോസറല്ല ചീസ് ചേർക്കുന്നുണ്ട്. മോസറല്ല ചീസ് ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ ക്രൊക്കേറ്റ്സിന്. 1 ടേബിൾ സ്പൂൺ വീതം ഈ ചിക്കൻ്റെ മിക്സ് കയ്യിലെടുത്ത് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. ആദ്യം മൈദയിൽ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അതിനുശേഷം ഉപ്പും കുരുമുളകും ചേർത്ത് മുട്ടയുടെ മിക്സിൽ ഒന്ന് റോൾ ചെയ്തെടുത്ത് അതിനുശേഷം ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കാം. ഞാൻ ബ്രെഡ് പൊടിച്ചതിലാണ് റോൾ ചെയ്തെടുത്തത്. ബാക്കിയുള്ള ക്രൊക്കേറ്റ്സും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക. ഇത് ഫ്രിഡ്ജിൽ എയർ ടൈറ്റ് ബോക്സിലാക്കി സൂക്ഷിച്ച ഒരാഴ്ച വരെ കേടുകൂടാതിരിക്കും. ആവശ്യത്തിന് മാത്രം ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി ഡിപ്പ് ഉണ്ടാക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ മയോണൈസിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കാം. ക്രൊക്കേറ്റ്സ് ഫ്രൈ ചെയ്യാനായിട്ട് ഏതെങ്കിലും ഫ്ലേവർലെസ് ആയിട്ടുള്ള ഓയിൽ, കുക്കിംഗ് ഓയിൽ ചൂടാക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കി ക്രൊക്കേറ്റ്സ് ഇട്ട് സമയമെടുത്ത് ഒരു 4-5 മിനിറ്റ് മീഡിയം ലോ ഫ്ലെയിമിലിട്ട് ഉള്ളു വേവുന്ന വിധത്തിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഈ ക്രൊക്കേറ്റ്സിൻ്റെ ടേസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുറമേ നല്ല ക്രിസ്പും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും. ചീസൊക്കെ ചേർത്തുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ മല്ലിയില സാധാരണ 1 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് ചേർക്കാറുണ്ടെന്ന് കയ്യിലുണ്ടായില്ല. ഡിപ്പ് മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്